ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് 70. ഇവിടെ നന്ദിയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ ബ്രഹ്മം തൊട്ട് പ്രപഞ്ച സൃഷ്ടിയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. പ്രപഞ്ചം നമുക്കറിയാം, ആറ്റങ്ങളിലൂടെയും ഇലക്ട്രോണിലൂടെയും എല്ലാമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയാണ്. ശാസ്ത്രലോകം കണ്ടെത്താത്ത ആ ബ്രഹ്മത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ സൃഷ്ടിക്ക് പിന്നിലുള്ള എല്ലാ രഹസ്യങ്ങളും കഥരൂപത്തിൽ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മളൊരു കോളേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കെമിസ്ട്രി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുമ്പോഴുള്ള എല്ലാ വിഷയങ്ങളും, കാരണം അതിലൂടെ സൃഷ്ടി നടന്നിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും കഥരൂപത്തിൽ വിസ്തരിച്ച് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പം നമുക്ക് കെമിസ്ട്രി പഠിക്കുന്നവർക്കറിയാം എത്ര വർഷമാണ്. ഒരു BSc പഠിക്കുകയാണെങ്കിൽ 3 വർഷം ഇരുന്ന് കെമിസ്ട്രി പഠിക്കും, അതിൻ്റെ ഇടയ്ക്ക് ഫിസിക്സും പഠിക്കും. ഇതെല്ലാം നമ്മൾ കഥരൂപത്തിൽ വരുമ്പോൾ ഒരു അനവധി കഥകളിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പം കഥയിലൂടെ ഒരാശയം പറയുള്ളൂ. കാരണം കുറേ സയൻസ് വിഷയങ്ങൾ കഥകളിലൂടെ പറയുമ്പോൾ പേരുകളിലെല്ലാം വ്യത്യാസം വരും. അവിടെ പാർവതി എന്ന് പറഞ്ഞില്ലേ, ഇവിടെ എന്താ നന്ദി എന്ന് പറയുന്നു എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും, കാരണം അതിൽ ഓരോ കഥയിലൂടെ ഒരാശയം പറയുകയാണ്. അവിടെ ഒരു പേര് കൊടുക്കും, കഥാപാത്രം ഓരോന്നായിട്ട് ചിത്രീകരിക്കും, കഥാപാത്രത്തിന് ഒരു പേര് കൊടുക്കും. അപ്പോൾ ഇവിടെ നന്ദി എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അതിലൂടെ ആശയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ പറയുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നന്ദി ആരാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു കഥയിലേക്ക്, കഥകൾ തന്നെ പല പുരാണ കഥകളിൽ പല മാതിരിയെല്ലാം പറഞ്ഞിരിക്കും. അപ്പം നമുക്ക് ശിവപുരാണത്തിലുള്ള ഒരു കഥ നോക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ശാസ്ത്രീയമായ സയൻസിലൂടെ അതിനെ വിലയിരുത്താൻ ശ്രമിക്കാം. നന്ദിയെ പറ്റിയുള്ള ഒരു കഥ പറയാം. ഇത് ശിവപുരാണത്തിൽ നിന്ന് എടുത്തതാണ്. ഷിലാടൻ എന്ന സന്യാസിക്ക് പുത്രൻ ഇല്ലാതെ മരിക്കുകയാൽ നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അതിനാൽ അയാൾ ശിവനെ പ്രസാദിപ്പിക്കുകയും വരം നേടുകയും ചെയ്തു. ഒരു ദിവസം അയാൾ നിലം ഉഴുമ്പോൾ കലപ്പയുടെ അറ്റത്ത് ഒരു കുട്ടിയെ കണ്ടു. അതിന് നന്ദി എന്ന് പേരിട്ടു. അവൻ നൃത്തവും വേദവും ചികിത്സയും യുദ്ധരീതികളും എല്ലാം പഠിച്ചു. 7 വയസ്സ് തികഞ്ഞപ്പോൾ മിത്രവരുണന്മാർ വരികയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ ദീർഘായുസ് നേർന്നില്ല. കാരണം 8 വയസ്സ് തികയുമ്പോൾ മരണം നിശ്ചയമാണ്. അതിനാൽ അവൻ ശിവനെ തപസ് ചെയ്തു. ശിവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ജനനവും വാർദ്ധക്യവും മരണവുമില്ലാത്ത അവസ്ഥ വേണമെന്ന് പറഞ്ഞു. ശിവൻ അത് നൽകുകയും ശിവലോകത്തിൽ ഗണങ്ങളുടെ തലവനാക്കുകയും ചെയ്തു. ശിവനോടൊപ്പം കഴിയുവാനും അവനെ അനുഗ്രഹിച്ചു. കൂടാതെ ദിവ്യമായ ഒരു മാലയും നൽകി. ആ മാല അണിഞ്ഞപ്പോൾ നന്ദിക്ക് 3 കണ്ണുകളും 10 കൈകളും ഉണ്ടായി. ഇവിടെ ഒരു സന്യാസിക്ക് പുത്രനില്ലാതെ മരിക്കുക കാരണം മരിച്ചാൽ നരകത്തിലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നെല്ലാം പറയുകയാണ്. അപ്പം കഥയിൽ അങ്ങനെ ആശയങ്ങളെല്ലാം വെച്ച് പലതും പറഞ്ഞുകൊണ്ട് വിസ്തരിച്ച് കഥക്ക് പൊടിപ്പും തൊങ്ങലുമെല്ലാം വെച്ച് പറയും. അപ്പോൾ ഇവിടെ വിഷയത്തിലേക്ക് വരുന്നത്, അപ്പോൾ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ശിവനെ പ്രസാദിച്ചിട്ട് ഒരു വരം നേടി. ശിവൻ ആരാണെന്ന് നമ്മളപ്പം മനസ്സിൽ ഏത് വരണം? നമ്മളെ ആറ്റത്തിലെ ന്യൂക്ലിയസിലൂടെയാണ് ശിവൻ ആക്ട് ചെയ്യുന്നത്. പാർവതി ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലൂടെയാണ്. സതിയെല്ലാം ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ വരുന്നതാണ്. അപ്പോൾ ശിവനെ പ്രസാദിക്കുകയും വരം നേടുകയും ചെയ്തു. അപ്പോൾ ഒരു കുട്ടി ജനിക്കും എന്ന് പറയുന്നു. ഒരു ദിവസം അയാൾ നിലം ഉഴുകുമ്പോൾ കലപ്പയുടെ അറ്റത്ത് ഒരു കുട്ടിയെ കണ്ടു. നിലം ഉഴുകുമ്പോൾ
കലപ്പയുടെ അറ്റത്ത് ഒരു കുട്ടിയെ കണ്ടു. ഈ കലപ്പയുടെ അറ്റത്ത് ഒരു കുട്ടിയെ കണ്ട കഥ വേറെയും നമുക്കറിയാം. സീതയുടെ കഥ വരുമ്പോൾ അവിടെ ഈ കലപ്പയുടെ അറ്റത്ത് നിന്നെല്ലാം വന്നത് അവിടെ കൃഷിയായിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ അതല്ല. അപ്പോൾ ഇവിടെ ശിവൻ പർവ്വതത്തിലാണല്ലോ ഉള്ളത്. പർവ്വതത്തിൽ നമ്മൾ കഴിഞ്ഞതിൽ തന്നെ കണ്ട പർവ്വതം എന്തുകൊണ്ടാണ് പറയാമെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായ സാധനമാണ് ഈ ആറ്റം. ആറ്റത്തിൻ്റെ ഘടനയിൽ നോക്കിക്കഴിഞ്ഞാൽ നടുവിൽ വലിയൊരു ന്യൂക്ലിയസ് ഉണ്ട്. അവിടെ വലുത് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മമാണ്. പക്ഷെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുതാണ്. അപ്പോൾ ആ ആറ്റത്തിൻ്റെ എല്ലാം ഘടന വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആറ്റം ഉള്ളത്. ഇതാണ് ആറ്റം ഉള്ളത്. ഇതെല്ലാം ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. അതിൽ കുറച്ചെങ്കിലും വലിപ്പമുള്ള സാധനം ഈ ന്യൂക്ലിയസ് ആണ്. ഇവിടെയാണ് ശിവന്റെ കേന്ദ്രം. ആ പ്രേരക ശക്തി, ന്യൂക്ലിയസിന്റെ പിന്നിൽ ആക്ട് ചെയ്യുന്ന പ്രേരക ശക്തി. അപ്പം അതൊരു പർവ്വതമായിട്ട് എടുക്കാം. വലിയ ഈ ഒരു ആറ്റത്തിന്റെ വലുപ്പമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു വലിയ പർവ്വതം തന്നെയാണ്. അപ്പോൾ ഈ പർവ്വതത്തിൽ, അതുകൊണ്ടാണ് ശിവൻ ഈ പർവ്വതത്തിന്റെ മേലെയാണ് ഇരിപ്പ് എന്ന് പറയുന്നത്. കാരണം ആറ്റമാണെങ്കിൽ ആറ്റത്തിന്റെ പർവ്വതത്തിന് സമാനമാണ് അകത്തുള്ള ന്യൂക്ലിയസ്. കാരണം ഈ ആറ്റത്തിന്റെ വലുപ്പത ഇപ്പൊ ആറ്റം വരച്ചിട്ടുണ്ട്, അതിനകത്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എത്ര, അതാണ് അതിനകത്ത് വലുതുള്ളത്. ബാക്കിയെല്ലാം ഇലക്ട്രോണെല്ലാം ഒരു കുത്തുമാരിയേ ഉള്ളൂ. അപ്പം അതൊരു പർവ്വതം തന്നെയാണ് ആറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ആ പർവ്വതത്തിലാണ് ശിവനുള്ളത്. അപ്പോൾ കുട്ടികളില്ലാതുകൊണ്ട് ശിവൻ പ്രസാദിച്ച് കുട്ടിയുണ്ടാകുമെന്ന് പറയുന്ന അയാള് നിലം ഉഴുകുമ്പോൾ, ഒരു വയൽ ഉഴുകാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇങ്ങനെ ഉഴുതുമറിക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. വയൽ നോക്കിയാൽ മതി. ഉഴുതുമറിക്കുന്ന കലപ്പ പോകുന്ന വഴി ഒരാറ്റത്തിൻ്റെ ഘടന മാതിരി തോന്നും. അപ്പം നടുവിലൊരു ന്യൂക്ലിയസും വെച്ച് കഴിഞ്ഞാൽ അപ്പം നടുവിലൊരു പർവ്വതമായിട്ട് ആ പർവ്വതത്തിൻ്റെ പർവ്വതത്തിലല്ലേ ശിവനുള്ള, അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്താണ് അയാൾ ഉഴുതുമറിക്കുന്നതെന്ന് വെച്ചോളൂ. ഉഴുതുമറിക്കുകയല്ല, ചാലായിട്ട് ഉഴുതുവെടുക്കുകയാണ്. അങ്ങനെ ഉഴുതെടുക്കുമ്പോൾ അത് ആറ്റത്തിൻ്റെ ഓർബിറ്റാണ്. ഓർബിറ്റിൻ്റെ ആ അറ്റത്ത് ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടിയാണ് ഈ കുട്ടി. ഏത്? ഇലക്ട്രോൺ എന്ന കുട്ടി. അപ്പം അങ്ങനെയൊക്കെ ഒരു കുട്ടി കിട്ടി. ആറ്റത്തിലെ കുട്ടിയാണ് ഇവിടെ. ആ കുട്ടിക്ക് അയാൾ നന്ദി എന്ന് പേരിട്ടു. അപ്പം ഈ കഥയിൽ നന്ദി എന്ന് പറയുന്ന ആറ്റത്തിലെ കുട്ടിയാണ്. പക്ഷേ പണ്ട് കലപ്പയുടെ അറ്റത്ത് വയലൊടുമ്പോൾ കട്ട കുട്ടിക്ക് സീത എന്ന് പേരിട്ടിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വേറെ കഥയാണ്, വേറെ വിഷയമാണ്, ചരിത്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് സയൻസ് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അയാൾക്കൊരു കുട്ടീനെ കിട്ടി, അതിന് നന്ദി എന്ന് പേരിട്ടു. അവൻ നൃത്തവും വേദവും ചികിത്സയും യുദ്ധരീതികളെ എല്ലാം പഠിക്കും. അവൻ എല്ലാ ശാസ്ത്രങ്ങളും അറിയാം. കാരണം ഈ ഇലക്ട്രോണുകളാണ് ഈ പ്രപഞ്ചമായിട്ട് മാറിയത്. നമ്മൾ സയൻസിൻ്റെ പ്രപഞ്ചരഹസ്യം പഠിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം പഠിക്കുമ്പോൾ കെമിസ്ട്രിയിൽ നിന്ന്, ആറ്റത്തിൽ നിന്ന് തുടങ്ങിയാണ് പോവുക. ആറ്റമാണ് എല്ലാ വസ്തുക്കളായിട്ടും നമ്മളെ ജനിത ഘടനയായിട്ടും മാറിയിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായ അത് രുദ്രനിലൂടെയാണ് ഉണ്ടായതെന്നും നേരത്തെ രുദ്രനെ വെച്ചുകൊണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ നന്ദി എല്ലാ ശാസ്ത്രവും അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ പഞ്ചസാര ഉണ്ടാകേണ്ടിക്ക് ഇലക്ട്രോണുകളാണ് അതിനനുസരിച്ച് ആറ്റങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് പഞ്ചസാരയായി മാറുന്നത്. നമ്മളെ കോശങ്ങളായിട്ട് മാറുന്നതും ആറ്റങ്ങൾ. അപ്പം അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ഇലക്ട്രോണാണ്. അപ്പം അതിനെല്ലാ ജ്ഞാനവും തികഞ്ഞിരിക്കണം. അപ്പം പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട് ജ്ഞാനങ്ങളല്ലോ, അതെല്ലാം ആര് പഠിച്ചു? ഈ നന്ദി പഠിച്ചു. അതായത് ഇലക്ട്രോൺ എന്നറിയാം. 7 വയസ്സ് തികഞ്ഞപ്പോൾ മിത്രവരുണന്മാർ വരികയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. 7 വയസ്സ് തികയുമ്പോൾ എന്ന് പറയുമ്പോൾ 7 ഒരു ഏറ്റവും പ്രായപൂർത്തിയാകുന്ന ഒരു ആറ്റം പ്രായപൂർത്തിയാകുന്നത് എപ്പോഴാണ്? 8 വയസ്സ് വരെ 8 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ വരുമ്പോഴാണ് ആറ്റം പ്രായപൂർത്തിയാവുക.
എല്ലാ ആറ്റത്തിൻ്റെയും ലക്ഷ്യം ഏറ്റവും പുറത്ത് 8 ഇലക്ട്രോൺ ഉണ്ടാക്കുകയാണ്. അപ്പൊ 7 വയസ്സെത്തുമ്പോഴാണ് വന്ന് അനുഗ്രഹിച്ചത്. അന്നേരം കഥയില് പൊടിപ്പും തൊങ്ങല് വെച്ച് പറയാണ്, അന്നേരം ദീർഘായുസ് മാത്രം നടന്നിട്ടില്ല. കാരണം 7 വയസ്സ് കഴിഞ്ഞ് പിന്നെ 8ാമത്തെ വയസ്സാകുമ്പോഴേക്ക് അവൻ മരിക്കുന്നതാണ്. ഇപ്പൊ 8ാമത്തെ വയസ്സാകുക എന്ന് പറഞ്ഞാൽ 8ാമത്തെ ഇലക്ട്രോൺ വരുമ്പോഴേക്ക് അത് മരിച്ചു പോകും. കാരണം ആറ്റങ്ങൾ കൂടിച്ചേരുന്നത് 8ആക്കാൻ വേണ്ടിയാണ്. അപ്പൊ 7 വരെ ഉള്ളതിന് നല്ല സ്ട്രോങ് ആണ്. അതിനെപ്പോഴും ഒന്നും കൂടിയും കൂടിച്ചേർന്നിട്ട് 8ആക്കേണ്ട ടെൻഡൻസി ഉണ്ട് 7 വരെ ഉള്ളതിന്. അപ്പം അത് മറ്റേതുമായിട്ട് കൂടിച്ചേർന്ന് അതിന് വലിയ ഡിമാൻഡാണ് പുറത്തുള്ള. അത് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ്. 7 വരെ ഉള്ളതിന് ഭയങ്കര ഡിമാൻഡാണ്. പക്ഷെ 8ആയി കഴിഞ്ഞ് വേറൊന്നുമായിട്ട് കൂടിയിട്ട് 8ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഇനി വേറെ പ്രാധാന്യമൊന്നുമില്ല. മറ്റുള്ള ഇലക്ട്രോൺ മാതിരി അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. പിന്നെ ആ ഇലക്ട്രോണിന് പ്രാധാന്യമില്ല. ഒരു ആറ്റത്തിൻ്റെ പുറത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന് ഭയങ്കര ഡിമാൻഡാണ്. മറ്റുള്ള എല്ലാം നോക്കി നടക്കുക ആ ഇലക്ട്രോണിനെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് മറ്റേതിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് വിട്ടാൽ മതിയാണ്. ഒരു പെണ്ണ് കല്യാണം കഴിക്കുന്നവരെ അത് മുമ്പ് പറഞ്ഞു തന്നെയാണ് ഇവിടെ. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ എല്ലാ സ്ത്രീകളെയും പോലെ ഒന്ന് അതുവരെയുള്ള ഡിമാൻഡ്. അപ്പം ഈ മിത്രവരുണന്മാർ, മിത്രൻ എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യങ്ങളും, വരുണൻ എന്ന് പറഞ്ഞാൽ ഈ ഓർബിറ്റ് തന്നെയാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരെ ഒന്ന് അനുഗ്രഹിച്ചു എല്ലാ സൗഭാഗ്യങ്ങളും. പക്ഷെ ഒന്ന് മാത്രം പറഞ്ഞു, 8 വയസ്സ് വരെയേ ഉള്ളൂ. 8 അനുഗ്രഹിച്ചില്ല, മറ്റേ ദീർഘായുസ് നൽകിയില്ല. 8ആകുമ്പോൾ ഇലക്ട്രോണുകളെല്ലാം പിന്നെ വെറുതെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക എന്നതിൽ കഴിഞ്ഞ് പിന്നെ അതിനൊന്നും വലിയ റോള് ഇല്ല, മരിച്ചതിന് സമാനമാണ്. അപ്പം ദീർഘായുസ് വാഗ്ദാനം ചെയ്തില്ല, അല്ല അനുഗ്രഹിച്ചില്ല. അതുകൊണ്ട് അവൻ ശിവനെ തപസ് ചെയ്തു. ഏതിന്? ആറ്റത്തെ തന്നെയാണല്ലോ തപസ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്താണല്ലോ ശിവൻ, അതിൻ്റെ അകത്താണല്ലോ. അപ്പം ശിവൻ ജനിച്ച പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജനനവും വാർദ്ധക്യവും മരണമില്ലാത്ത അവസ്ഥ വേണമെന്ന് പറഞ്ഞു. അവന് ജനനവും മരണവും ഒന്നും ഇല്ലാത്ത അവസ്ഥ വേണമെന്ന് പറഞ്ഞു. 8 വയസ്സാകുമ്പോൾ അവനെന്ത് പാടില്ല? ജനനവും പാടില്ല, മരണവും പാടില്ല. അപ്പോൾ 8ആയി കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി എന്തില്ല? ജനനവും ഇല്ല, മരണവും ഇല്ല, അങ്ങനെ പോലെ തന്നെ നിലനിൽക്കും. അപ്പം ശിവൻ അത് നൽകുകയും ചെയ്തു. എന്നിട്ട് ശിവൻ വേറെയൊന്നും കൂടി അനുഗ്രഹിച്ചു. ശിവലോകത്തിൽ ഗണങ്ങളുടെ തലവനായ ശിവനോടൊപ്പം കഴിയുവാനും അനുഗ്രഹിച്ചു. ശിവന്റെ കൂടെ കഴിയാമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ശിവനെന്ന ന്യൂക്ലിയസിന്റെ കൂടെ തന്നെയാണ് ഈ നന്ദി കഴിഞ്ഞുകൂടുന്നത്, ഈ ഇലക്ട്രോണുകളെല്ലാം. എന്നിട്ടോ കൂടാതെ ഒരു ദിവ്യമായ മാലയും നൽകി. കാരണം ഈ ഇലക്ട്രോണുകളെല്ലാം എവിടെയാണ് കഴിയുന്നത്? ഒരു മാലയിലാണ്. പണ്ടും ഈ മാലയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ആറ്റങ്ങളെ നിർമ്മാണം എല്ലാം ഉണ്ടാകുമ്പോൾ ഒരു മാലേനെ പറ്റി അവിടെയും പറയുന്നുണ്ട്. ആനയുടെ തലയിലിട്ട് എടുത്ത് വലിച്ചിട്ട് എന്നെല്ലാം പറയുന്ന മാല തന്നെയാണ് ഇവിടെയുള്ള മാല. ഒരു മാല നൽകി. ആ ഇലക്ട്രോൺ എന്ത് ചെയ്തു? ആ മാല എടുത്ത് അണിഞ്ഞു. അപ്പോഴതിനെന്ത് വന്നു? 3 കണ്ണും വന്നു, 10 കൈകളും വന്നു പിടിക്കാൻ. 3 കണ്ണുകളും, കണ്ണുകൾ എന്ന് പറഞ്ഞാൽ വെളിച്ചം, ഊർജം പുറത്തേക്ക് വരുന്നത് 3 ഉണ്ട്. ശിവനും 3 കണ്ണുണ്ട്. അപ്പം ഏകദേശം നന്ദി ആറ്റം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണെങ്കിൽ നന്ദി എന്ന് പറയുന്നതും ആ ഇലക്ട്രോൺ ആറ്റം തന്നെയാണ്. ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോണിൻ്റെ അതിന് കുറച്ചും കൂടി പ്രാധാന്യം ന്യൂക്ലിയസിനുള്ള ഇലക്ട്രോണാണ്. അപ്പം ആറ്റത്തിൻ്റെ അതിനനുസരിച്ചുള്ള ഓർബിറ്റുകളും ഇലക്ട്രോണുമാണ് പുറത്തുള്ളത്. ആറ്റത്തിൽ 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോൺ പുറത്ത് വേണം. ഈ ഇലക്ട്രോണെല്ലാം കൂടിയിട്ടാണ് നന്ദിയായിട്ട് ചിത്രീകരിക്കുന്നത്. അവിടെ ഒരു ശക്തി വരുന്നുണ്ട്. ആ ശക്തി എന്താണെന്ന് പറയാം. അപ്പോൾ 3 കണ്ണുകൾ എന്താണെന്ന് വെച്ചാൽ ശിവന്റെ 3 കണ്ണുകൾ എന്താണോ അത് തന്നെയാണ് ഈ ശിവന്റെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ നിന്ന് വരുന്ന ഊർജ്ജമാണ്. 3 തരത്തിലുള്ള ഊർജ്ജമാണ് ആറ്റത്തിൽ നിന്ന് കിട്ടുന്നത്. ഒന്ന് ഇലക്ട്രോണിന്റെ എനർജി, പുറത്ത് വരുന്ന ഇലക്ട്രോൺ, അതാണ് വൈദ്യുതിയായിട്ട് ഒഴുകുന്നത്, തീയായിട്ടെല്ലാം കിട്ടുന്നത്. പിന്നെ ഓർബിറ്റ്, ഓരോ ഓർബിറ്റിനും എനർജി ഉണ്ട്. അതിനാണ്
പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്നെല്ലാം പറയും. എനർജി ലെവൽസ് ആണത്. അതുകൊണ്ടാണ് സർപ്പമായിട്ടെല്ലാം ചിത്രീകരിച്ചത്, മാലയായിട്ടുള്ളത്. ഓരോ ഓർബിറ്റും ഓരോ ഊർജ്ജ ലെവലാണ്. അപ്പോൾ ഓരോ ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ചാടുകയാണെങ്കിൽ അത്രയും എനർജി പുറത്തേക്ക് വിടുകയോ എടുക്കുകയോ ചെയ്യും. അപ്പോൾ ഓർബിറ്റിൽ നിന്നും എനർജി വരാം, 2 തരം എനർജി. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സയൻസിൽ. മൂന്നാമത്തതാണ് മറ്റേ തൃക്കണ്ണ്, അത് ന്യൂക്ലിയസ് എന്ന് വരുന്ന എനർജി. അതെല്ലാം ബോംബായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ആറ്റമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ആ ആറ്റത്തിൽ നിന്ന് വരുന്നതും ഇലക്ട്രോണെല്ലാം തന്നെയാണ് പുറത്തേക്ക്. ന്യൂക്ലിയർ ബോംബ് പൊട്ടുമ്പോൾ ആ ന്യൂക്ലിയസിൽ നിന്ന് വരുമ്പോൾ അതിനകത്ത് വന്നിട്ട് ഈ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം അവിടെയും ഉണ്ട്, അതിനകത്തും ഉണ്ട്. ഇപ്പം 3 തരം എനർജി ആർക്കും ഉണ്ട്. ഈ ഇലക്ട്രോണിന്, അതായത് നന്ദിക്കും ഉണ്ട്. പിന്നെ 10 കൈകളുണ്ടെന്ന്. 10 കൈകളുണ്ടെന്ന് വെച്ചാൽ 10 കൈകളിലൂടെയാണ് മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ആറ്റത്തിന്റെ കാര്യത്തിൽ രുദ്രന്മാർ 10 ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ രുദ്രന്മാർ 10 ഉണ്ടെങ്കിൽ ഈ ന്യൂക്ലിയസിന്റെ അകത്തുള്ള ചുറ്റിക്കിടക്കുന്ന ഇലക്ട്രോണും അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ 10 ആയിട്ട് തരം തിരിച്ചിരിക്കുന്നത്. അപ്പം നന്ദി എന്തുണ്ട്? 10 കൈകളുണ്ട്, മറ്റുള്ളതുമായിട്ട് കൂടിച്ചേരാം. അപ്പോൾ ആറ്റം 10 തരത്തിലുണ്ടെന്ന് പണ്ട് നമ്മൾ കണ്ടു. ആറ്റങ്ങൾ രുദ്രന്മാർ 10 ഉണ്ട്, അതൊരു ഗണമായിട്ടാണെന്ന്. ഇവിടെയും ഇലക്ട്രോൺ അതിനെ തിരിച്ചത് തന്നെ ഇതിനകത്തുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തിന്റെ ആ വിന്യാസം അനുസരിച്ചാണ് നമ്മളൊന്ന് 10 ആയിട്ട് തിരിച്ചത്. അപ്പോൾ അത് നന്ദിക്കും ബാധകമാണ്. അപ്പം നന്ദിക്ക് എന്തുണ്ട്? 10 കൈകളുണ്ട്. എന്തിനു വേണ്ടി? മറ്റുള്ള ഇത് കൊണ്ടാണ് മറ്റുള്ളവരെ പിടിക്കുന്നത്. മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേർന്നിട്ട് ഏറ്റവും പുറത്ത് അട്ടാക്കാൻ വേണ്ടിയിട്ട് കൂടിച്ചേരുന്നതെല്ലാം ഈ കൈകൾ ഉപയോഗിച്ച 10 തരത്തിലുള്ള ആറ്റങ്ങളെ സ്വഭാവം അനുസരിച്ചാണ്. അപ്പം രുദ്രന് പറഞ്ഞ എല്ലാ ഗുണങ്ങളും തന്നെയാണ് ഏകദേശം നന്ദിക്കും കൊടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പിൽ വേറൊരു കാര്യമുണ്ട്. നന്ദിയാണ് ശിവന് പ്രൊട്ടക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ന്യൂക്ലിയസിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് ഈ നന്ദി നിൽക്കുന്നത്. ഒരു കാവൽക്കാരന്റെ റോളിലാണ്. പല കഥകളിലും അങ്ങനെയും ചിത്രീകരിച്ചിട്ടുണ്ട്. എന്താണ് ഈ കാവൽക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തേക്ക് ഈ ന്യൂക്ലിയസ്, ഇവിടെയാണല്ലോ ശിവന്റെ കേന്ദ്രം, അവിടെ ഒരുമാതിരി ഒന്നിനും കയറ്റി ചെല്ലാൻ പറ്റില്ല. ഈ നന്ദി ഇലക്ട്രോണുകളും ഈ ഓർബിറ്റുകളും അതിന് സമ്മതിക്കില്ല. കാരണം ഇതിൻ്റെ അകത്ത് കടക്കുകയെന്ന് പറഞ്ഞാൽ ഇത് തന്നെ വളരെ വളരെ ചെറുതാണ്. അതിൻ്റെ അകത്തുള്ള ഈ ഗ്യാപ്പ് കടന്നു ചെല്ലണ്ടിക്ക് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അതിലൂടെ കടക്കണ്ടിക്കൽ അത്രയും ചെറിയ സാധനങ്ങൾക്കേ കടക്കാൻ പറ്റും. ആ ചെറിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ, ഇതെല്ലാം ഊർജത്തിനും കടക്കാം. അപ്പോൾ ഊർജത്തിന് കടക്കാം, ഇലക്ട്രോണ് കടക്കാനും പറ്റും. ബാക്കി ഒരു സാധനങ്ങൾക്ക്, ബാക്കിയുള്ള വസ്തുക്കളെല്ലാം ഈ പുറത്തോട്ടെ ഇലക്ട്രോണുമായിട്ട് കൂടിച്ചേരുന്നതേ ഉള്ളൂ. അല്ലാതെ ന്യൂക്ലിയസിൻ്റെ അകത്തേക്ക് അതിലൊരു പ്രവേശനവും ഇല്ല. അതുകൊണ്ടാണ് ശിവൻ തപസ്സിരിക്കുന്നു എന്ന്, നടുവിൽ തപസ്സിരിക്കുന്നു എന്ന് പറയുന്നത്. ശിവൻ രാസപ്രവർത്തനത്തിലൊന്നും പങ്കെടുക്കില്ല. പങ്കെടുക്കുന്നത് ഈ പുറത്തുള്ള ഓർബിറ്റ്, ആ ഓർബിറ്റുകൾ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ഈ ഓർബിറ്റ് വേറെ ഓർബിറ്റുമായിട്ട് ഇങ്ങനെ കൂടിച്ചേരും. അല്ലാതെ ന്യൂക്ലിയസിലേക്ക് ശിവന്റെ അടുത്തേക്ക് ആർക്കും പ്രവേശനമില്ല, കടക്കാനും പറ്റൂല. അത് ചെറുതാണ്. അങ്ങോട്ടേക്ക് കടക്കണ്ടിക്കില് ചെറിയ സാധനങ്ങൾക്ക്, ചെറിയ സാധനം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കടക്കമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോൺ വരുമ്പോൾ ഇവിടെ മുഴുവൻ ഇലക്ട്രോൺ ഉണ്ട്, നന്ദിയുണ്ട്. രണ്ടിനും ഒരേ ചാർജാണ്, നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ റിപ്പൽഡ് ചെയ്യും, അടുക്കാൻ വരില്ല. രണ്ടും വികർഷണം ഉണ്ടാകും. അതുകൊണ്ട് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. പിന്നെ പോകാൻ പറ്റുന്നത് പ്രോട്ടോണും ന്യൂട്രോണും മാത്രമാണ്. പിന്നെ ഗാമ റേസിനെല്ലാണ്, ഫോട്ടോണിനെല്ലാണ്. ഗാമ റേസ് എനർജിക്കാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കണ്ടു, ശിവന്റെ അടുത്തേക്ക് അരയന്നങ്ങൾ പോയി കണ്ടു, ബാക്കി ആർക്കും പോകാൻ പറ്റിയില്ല. അരയന്നങ്ങൾ മാത്രം കയറിപ്പോകുന്ന കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് അഗ്നി ഒരു അരയന്നത്തിന്റെ രൂപം കയറി അകത്ത് കയറി എന്നെല്ലാം പറഞ്ഞു കണ്ടില്ലേ. അപ്പൊ എനർജിക്ക് കയറാം. അപ്പൊ ഈ ന്യൂക്ലിയസിനെ പൊട്ടിച്ചിട്ട് ബോംബാക്കണ്ടിക്കില് നമ്മൾ കടത്തിവിടുന്ന സാധനങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം. അത് മാത്രമേ അതിൻ്റെ അകത്ത് കടക്കൂ. ബാക്കിയൊന്നും ഈ സെറ്റപ്പ് കടത്തിവിടില്ല. അതുകൊണ്ടാണ് നന്ദി ഒരു കാവൽക്കാരൻ്റെ രൂപത്തിലും ചിത്രീകരിച്ചിട്ടുണ്ട്.
അത് പെർമിറ്റ് ചെയ്യുന്നവരെ മാത്രമേ അങ്ങോട്ട് കിടക്കുള്ളൂ. അതിനാണ് ബോംബാർഡ്മെൻറ്റ് ഓഫ് ന്യൂക്ലിയസ് എന്നെല്ലാം പറയുന്നത്. അങ്ങനെ ബോംബാർഡ്മെൻറ്റിലൂടെയാണ് ആറ്റത്തെ പൊട്ടിച്ചിട്ട് മൂന്നാം തൃക്കണ്ണ് പൊട്ടിച്ചിട്ട് എനർജിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആറ്റത്തിലുള്ള എനർജിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആറ്റോമിക് ഫിഷൻ ഫ്യൂഷനിലേക്കെല്ലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ആറ്റം ബോംബിൻ്റെ തത്വത്തിലേക്കെല്ലാം പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതുമെല്ലാം ഓരോ കഥയിലൂട്ടി പറഞ്ഞു പോകണം. അപ്പോൾ ഒരു ആറ്റം വരുമ്പോൾ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട, കാരണം ഈ പ്രപഞ്ചത്തിലുണ്ടായിരിക്കുന്ന അതാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിവരിക്കുമ്പോൾ ഒരനവധി വിഷയങ്ങളുണ്ട്. അതെല്ലാം ചെറിയ ചെറിയ കഥകളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സയൻസിലോട്ട് നോക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ എന്താണ് അതിൻ്റെ അകത്തുള്ള ആശയമെന്ന് പിടികിട്ടുകയുള്ളൂ. അതിനെ ചുരുക്കി പറയാം നമുക്ക് ഇങ്ങനെ: ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള അകത്തുള്ള ആ ശക്തിവിശേഷത്തെയാണ് ശിവൻ എന്ന് പറയുന്നത്. ആ ശിവൻ്റെ ചുറ്റും കുറേ ഓർബിറ്റുകൾ, ഓർബിറ്റിൽ കുറേ ഇലക്ട്രോണുകളുണ്ട്. അതൊരു കവചം മാതിരി അതിന് ചുറ്റും നിൽക്കുകയാണ്. ആ ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകളിലെല്ലാം ആക്ട് ചെയ്യുന്ന ശക്തിയാണ് നമ്മൾ ആ ഇലക്ട്രോണുകളെല്ലാം ആ ഒരു ഓർബിറ്റും മാലയെല്ലാം കൂടി, മാല ധരിച്ചിട്ടല്ലേ ഇരിക്കുന്ന നന്ദി. അപ്പോൾ ആ ഓർബിറ്റും അതെല്ലാം കൂടി ഒരു സുരക്ഷാ വലയം ന്യൂക്ലിയസിന് ചുറ്റും നന്ദി തീർക്കുന്നുണ്ട്. ആ ശക്തി വിശേഷത്തെ, അതിൻ്റെ പിന്നിലുള്ള ആ പ്രേരക ശക്തി, അതിനാണ് നന്ദി എന്ന് പറയുന്നത്. അപ്പോൾ അത് അതിൻ്റെ പുറത്തുള്ള ഇലക്ട്രോണാകാം. ആ ഇലക്ട്രോൺ തന്നെ ഒരു മാല ധരിച്ചിട്ട് ഓർബിറ്റിൻ്റെ അകത്താണുള്ളത്. അത് മറ്റുള്ളതിനൊന്നും ന്യൂക്ലിയസിലേക്ക് കടത്തിവിടാതെ ചിലതിനെ മാത്രം, അപൂർവം ചിലവർക്ക്, അല്ലാതെ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക്, ശിവൻ്റെ അടുത്തേക്ക്, നടുവിലുള്ള ആ പർവ്വതത്തിലുള്ള ശിവൻ്റെ അടുത്തേക്ക്, ന്യൂക്ലിയസിലേക്ക് മറ്റുള്ളതിനൊന്നും കടന്നു പോകാൻ അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ശക്തി വിശേഷത്തെ നമ്മൾ നന്ദി എന്ന് പറയും.